അപര ഏകാദശി ദിവസം വിഷ്ണു ഭഗവാന്റെ എത്രാമത്തെ അവതാരത്തെയാണ് പൂജിക്കേണ്ടത്? പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനവും ലഭിക്കുന്ന ഈ അപര ഏകാദശി വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് ആചരിക്കേണ്ടത്? അപര ഏകാദശി പൂജാവിധി എന്തൊക്കെ? ഏകാദശി ദിവസം നിർബന്ധമായും ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ്? അപര ഏകാദശിയെ അചല ഏകാദശി എന്നും പറയാറുണ്ട്. മറ്റ് ഏകാദശികളെ പോലെ അപര ഏകാദശിയും വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ്. അപര എന്നാൽ വളരെയധികം, പരിധിയില്ലാത്ത എന്നെല്ലാം അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു. ഈ ഏകാദശി നോൽക്കുന്നവർക്ക് കൊടും പാപങ്ങളിൽ നിന്നുപോലും മോചനം ലഭിക്കും. സ്വർണം, ഗോക്കൾ, കുതിര, ആന എന്നിവ ദാനം കൊടുത്താൽ ലഭിക്കുന്ന പുണ്യത്തിന് സമം അപര ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തനും ലഭിക്കുന്നു. ഈ ദിവസം വിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമന ഭഗവാനെ പൂജിക്കാം. മറ്റെല്ലാ ഏകാദശിയിലും അനുഷ്ഠിക്കുന്നത് പോലെ നെല്ലരിച്ചോറും അരി കൊണ്ടുള്ള പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ദശമി ദിവസം കുളിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ്. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴങ്ങളും കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം മൗനാചരണം വളരെ നല്ലതാണ്. ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരിൽ പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനവും ലഭിക്കുന്നതാണ്. എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ ഇല്ലാതാക്കി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നത്, അതുപോലെ അപര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് പുണ്യത്തെ നൽകി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നു. അപര ഏകാദശി ദിവസം വ്രതമെടുത്ത് വിഷ്ണുവിനെ ഭജിച്ച് വിഷ്ണു പൂജ ചെയ്യുന്ന ഭക്തരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദൂരീകരിച്ച് അവർക്ക് വളരെയധികം ധനവും പുണ്യവും കീർത്തിയും നൽകി തൻ്റെ ഭക്തരെ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കും. അപര ഏകാദശി പൂജാവിധി: ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി കർമ്മങ്ങൾ തുടങ്ങുക. മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമോ ചിത്രമോ സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. പുഷ്പങ്ങളും ഫലങ്ങളും നൈവേദ്യങ്ങളും സമർപ്പിക്കാം. മഹാവിഷ്ണു ക്ഷേത്രം ദർശിച്ച് നെയ്വിളക്ക്, തുളസിയില, മറ്റു പുഷ്പങ്ങൾ, മാലകൾ തുടങ്ങി യഥാശക്തി വഴിപാടുകൾ എന്തെങ്കിലും സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിലോ ഭവനത്തിലോ വിഷ്ണുസ്തുതികൾ നടത്താം. ഏകാദശി ദിവസം ദാനധർമാദികൾ നടത്തുന്നത് പുണ്യകരമാണ്. അന്നദാനമാണെങ്കിൽ അതിവിശേഷകരവുമാണ്. ഈ ദിവസം പക്ഷി മൃഗാദികൾക്കും ഭക്ഷണം നൽകാവുന്നതാണ്. വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം വീട്ടിലെ കർമ്മങ്ങൾ ആരതിയോടെ അവസാനിപ്പിക്കാം. ശേഷം തുളസി തീർത്ഥവും പ്രസാദവും സേവിച്ച് വ്രതവും അവസാനിപ്പിക്കാവുന്നതാണ്. അപര ഏകാദശി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ: ഏകാദശി ദിവസം നിർബന്ധമായും അഷ്ടാക്ഷരം ജപിക്കേണ്ടതാണ്. ജപിക്കേണ്ട മറ്റു മന്ത്രങ്ങൾ ഇവയൊക്കെയാണ്.